മക്കളെ എല്ലാവരും ക്രിസ്മസ് ആയിട്ട് ഗ്രാൻഡായിട്ട് ഫുഡൊക്കെ കഴിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രാൻഡ് എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ബീഫ്, ചിക്കൻ, അതുപോലെ അങ്ങനെ മാംസാഹാരം ആണല്ലോ ഇന്നത്തെ പ്രത്യേകത. എങ്ങനെയാണല്ലോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പിന്നെ അപ്പം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആഘോഷം ഇങ്ങനെയാണ് മക്കളെ. കാരണം ജസമോള് സുഖമില്ലാത്തത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നുകൊണ്ട് പാറു ഭക്ഷണം ചോറങ്ങനെ കഴിക്കാറില്ല ആളാണ്. അപ്പോൾ പാറു പറഞ്ഞ് കഞ്ഞി കുടിക്കാം അമ്മയെന്ന്, കഞ്ഞി വെക്കണം. അപ്പോൾ അതെനിക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഞാനങ്ങ് കഞ്ഞിയാക്കി. കണ്ടില്ലേ, അവൾ പറയാൻ കാര്യമുണ്ട്. അച്ചാർ, നാരങ്ങ അച്ചാർ, നല്ല ടേലേക്ക് നാരങ്ങ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാനിവിടെ അങ്ങനെ അച്ചാർ ഉണ്ടാക്കത്തില്ല കേട്ടോ. കാരണം നമ്മളുടെ ആരോഗ്യത്തിന് ദിവസവും അച്ചാർ കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അവളങ്ങനെ പറഞ്ഞ് കഞ്ഞി കുടിക്കണം. അപ്പം എനിക്ക് സന്തോഷം കേട്ടോ. അപ്പം ഞാൻ ഇനി കഞ്ഞി, പിന്നെ മക്കളെ ചുട്ട പപ്പടം കേട്ടോ. ചുട്ട പപ്പടം എന്ന് പറയുന്നത് അടുപ്പിലിട്ട് ചുട്ടല്ല കേട്ടോ. അല്ലാതെ നമ്മൾ ചുട്ടെടുത്ത് ആ കരിയും ചാരവും ഒന്നും പറ്റിയിട്ടില്ല. അല്ല, കണ്ടില്ലേ, നമ്മൾ വൻപയറാണ് കേട്ടോ. വൻപയർ തോരനാണ്. അപ്പോൾ ഇത് മതിയല്ലോ നമുക്ക്. ഈ വൻപയർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ, നാരൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ഇറച്ചി കഴിക്കുന്ന പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയാണല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ കുറേശ്ശെടുത്ത് ഞാനൊന്ന് കഴിക്കട്ടെ മക്കളെ. അപ്പം കുറച്ച് പയറെടുക്കാം. പിന്നെ പാറു പാചകമൊക്കെ അടിച്ച് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞിട്ട് അവള് കേക്കും തിന്നച്ച് കയറി കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങനെ അവള് കഴിക്കത്തതല്ല, ഉമ്മ പറയുന്നതാണ്. കേക്ക് കഴിച്ചാൽ പിന്നെ ഇനി ഒന്നും വേണ്ടല്ലോ. പിന്നെ അവിടെ ഒരു കഷ്ണം അച്ചാർ ഇന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അച്ചാർ അങ്ങനെ. പിന്നെ ഈ പൊട്ടിച്ച പപ്പടം തന്നെ ഇങ്ങനെ എടുക്കാം. അപ്പം ശരി മക്കളെ, ഞാൻ ഈ കഞ്ഞി ഒന്ന് കുടിക്കാം കേട്ടോ.